അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ ചില സവിശേഷതകളുമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ ലോഹങ്ങളുടെ സവിശേഷത എന്നൊക്കെ പറയുന്നത്. ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. കിങ് ഓഫ് മെറ്റൽസ്, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് സ്വർണം അഥവാ ഗോൾഡ് എന്ന് പറയുന്ന ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സ്വർണം. അപ്പോൾ സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമം ഒന്ന് പഠിച്ചു വെക്കണം. സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് ഓറം. സ്വർണത്തിൻ്റെ പ്രതീകം സിമ്പൽ എന്ന് പറയുന്നതാണ് AU. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സ്വർണം. അടുത്ത കുലീന ലോഹങ്ങൾ അഥവാ നോബിൾ മെറ്റൽസ് എന്നറിയപ്പെടുന്ന കുലീന ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. അപ്പോൾ കുലീന ലോഹങ്ങൾ അഥവാ നോബിൾ മെറ്റൽസിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, പ്ലാറ്റിനം. അപ്പോൾ എന്താ ഈ കുലീന ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ലോഹങ്ങൾക്ക് പറയുന്ന പേരാണ് കുലീന ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ വിളിക്കുന്ന പേരാണ് കുലീന ലോഹങ്ങൾ അഥവാ നോബിൾ മെറ്റൽസ്. നോബിൾ മെറ്റൽസിന് ഉദാഹരണമാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹമാണ് ചെമ്പ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗിച്ച ആദ്യ ലോഹം എന്ന് ചോദിക്കും. അതിന് മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണ് മനുഷ്യൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ച ആദ്യ ലോഹം എന്ന് പറയുന്നത് ചെമ്പാണ്. ചെമ്പിൻ്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് കുപ്രം. ചെമ്പിൻ്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നതാണ് കുപ്രം. കുപ്രം എന്ന വാക്കിൽ നിന്ന് ചെമ്പിന് നൽകിയിരിക്കുന്ന പ്രതീകം കൂടെ പഠിച്ചു വെക്കുക. CU ആണ്. കോപ്പറിൻ്റെ പ്രതീകം എന്ന് പറയുന്നതാണ് CU. കോപ്പറിൻ്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നതാണ് കുപ്രം. മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹമാണ് കുപ്രം. എന്നാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്ന ഏതാണ്? ഇരുമ്പാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നതാണ് ഫെറം എന്ന് പറയും. ഫെറം. ഇരുമ്പിൻ്റെ ലാറ്റിൻ നാമം ഫെറം. ഫെറം എന്ന വാക്കിൽ നിന്നും ഇരുമ്പിന് നൽകിയിരിക്കുന്ന പ്രതീകമാണ് Fe എന്ന് പറയും. Fe. ഇരുമ്പിൻ്റെ ലാറ്റിൻ നാമം ഫെറം, പ്രതീകം Fe. കോപ്പറിൻ്റെ ലാറ്റിൻ നാമം കുപ്രം, പ്രതീകം എന്ന് പറയുന്നത് Cu. അടുത്തത് ഏറ്റവും കൂടുതൽ അർദ്ധചാലകമായി ഉപയോഗിക്കുന്ന ലോഹം. ഏറ്റവും കൂടുതൽ അർദ്ധചാലകമായി ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ജെർമേനിയമാണ്. ഏറ്റവും കൂടുതൽ അർദ്ധചാലകമായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ജെർമേനിയം. അപ്പോൾ നമുക്ക് ആദ്യം അർദ്ധചാലകം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. വൈദ്യുതിയെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് ആര്? അർദ്ധചാലകങ്ങൾ. ഈ അർദ്ധചാലകത്തിന് ഉദാഹരണമാണ് സിലിക്കൺ, ജെർമേനിയം. അവയുടെ ഉപയോഗമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോളാർ സെല്ലുകളുടെ നിർമ്മാണം, IC ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ അർദ്ധചാലകമായി ഉപയോഗിക്കുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഏതാണ്? ജെർമേനിയമാണ്. അടുത്തത് പ്രകൃതിയിൽ ഏറ്റവും സ്ഥിരതയുള്ള ലോഹം, മോസ്റ്റ് സ്റ്റേബിൾ മെറ്റൽ, ഏറ്റവും സ്ഥിരതയുള്ള ലോഹം എന്ന് പറയുന്നത് ലെഡാണ്. പ്രകൃതിയിൽ ഏറ്റവും സ്ഥിരതയുള്ള ലോഹം എന്ന് പറയുന്നതാണ് ലെഡ്. ലെഡിൻ്റെ പ്രതീകം എന്ന് പറയുന്നതാണ് Pb. ലാറ്റിൻ നാമം എന്ന് പറയുന്നത് പ്ലംബം. ലെഡിൻ്റെ ലാറ്റിൻ നാമം പ്ലംബം, പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? Pb. ഏറ്റവും ആപേക്ഷിക കാഠിന്യം, റിലേറ്റീവ് ഡെൻസിറ്റി ഏറ്റവും കൂടിയതാണ് ക്രോം. ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നതാണ് ക്രോമിയം എന്ന് പറയുന്നത്. ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് ഇതാണ് ക്രോമിയം. അതുപോലെ തന്നെ ഭാരം ഏറ്റവും കൂടിയത് ഓസ്മിയമാണ്. ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടുതൽ ക്രോമിയം, ഭാരം ഏറ്റവും കൂടുതൽ ഓസ്മിയം. ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റസ്റ്റ് മെറ്റൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിഥിയമാണ്. അപ്പോൾ ആപേക്ഷിക കാഠിന്യം കൂടുതൽ ക്രോമിയം, ഭാരം ഏറ്റവും കൂടുതൽ ഓസ്മിയം, ഭാരം ഏറ്റവും കുറഞ്ഞ ലോഹം എന്ന് പറയുന്ന ആരാണ്? ലിഥിയം. ഏറ്റവും തിളനില ഉള്ള ലോഹം എന്ന് പറയുന്നത് റീനിയമാണ്. ഏറ്റവും തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നതാണ് റീനിയം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം എന്ന് പറയുന്നതാണ് ഇത് മെർക്കുറി എന്ന് പറയുന്നത്. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ ലോഹമാണ് മെർക്കുറി. അപ്പോൾ ഇവിടുന്ന് മറ്റൊരു ചോദ്യത്തിനോട് സാധ്യതയുണ്ട്. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് മെർക്കുറിക്കാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഈ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റണിൻ്റെ പ്രതീകമാണ് W എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പോയിന്റ്സ് ഓർത്ത് വെച്ചോണം. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത് മെർക്കുറി, ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് ടങ്സ്റ്റൺ. അങ്ങനെ ദ്രവണാങ്കം കൂടുതലായതുകൊണ്ടാണ് ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മാണത്തിനൊക്കെ ആരും ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത് പറയുന്നത്.
ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിച്ചു പോകുന്ന ലോഹം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലോഹനാശം ഏറ്റവും കുറവുള്ള ആൾ. ഈ ലോഹനാശം എന്ന് പറഞ്ഞാൽ പല കേസുകൾ പറയാം. ലോഹത്തിന് പല രീതിയിൽ നാശങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുക എന്നൊക്കെ പറയുന്നൊരു ലോഹനാശത്തിന് ഉദാഹരണമാണ്. അപ്പം ലോഹനാശം ഏറ്റവും കുറവുള്ള ലോഹം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിച്ചു പോകുന്ന ലോഹമാണ് ഇറിഡിയം എന്ന് പറയുന്നത്. ലോഹനാശം ഏറ്റവും കുറവുള്ള ലോഹം എന്ന് പറയുന്ന ഇതാണ് ഇറിഡിയം. അതുപോലെ ഇറിഡിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റെയിൻബോ മെറ്റൽ, മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നതാണ് ഇറിഡിയം എന്ന് പറയുന്നത്. റെയിൻബോ മെറ്റൽ അഥവാ മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നവരാണ് ഇറിഡിയമാണ്. അടുത്തത് വൈദ്യുത ചാലകത എന്ന സവിശേഷതയെ അടിസ്ഥാനമാക്കിയൊരു പോയിന്റാണ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്ന് പറയുന്നത് വെള്ളിയാണ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്ന് പറയുന്നവരാണ് വെള്ളി. അതുപോലെ തന്നെ മറ്റു നല്ല ചാലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അലൂമിനിയം പറയാം, സ്വർണം നല്ല ചാലകമാണ്. അപ്പം വൈദ്യുതി പിന്നെ പറയാവുന്ന ചെമ്പ്, കോപ്പർ, ഇതൊക്കെ വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാണ്. എന്നിരുന്നാൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വൈദ്യുതിയെ കടത്തിവിടുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ചാലകം എന്ന് പറയുന്ന ആരാണ്? വെള്ളി. അലൂമിനിയമൊക്കെ വിലക്കുറവാണ്, ചീപ്പസ്റ്റ് മെറ്റൽ എന്നൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് വെള്ളി തന്നെയാണ്. എങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ വൈദ്യുതി കടത്തിവിടുന്ന ലോഹം അല്ലെങ്കിൽ വൈദ്യുതി ചാലകത ഏറ്റവും കുറവുള്ള ലോഹമാണ് ലെഡ് എന്ന് പറയുന്നത്. വൈദ്യുതി ചാലകത ഏറ്റവും കൂടുതൽ വെള്ളിക്കും വൈദ്യുത ചാലകത ഏറ്റവും കുറവുള്ള ലോഹം എന്ന് പറയുന്ന ഇതാണ് ലെഡുമാണ്. പിന്നെ അടിച്ചു പരത്തുവാനുള്ള കഴിവാണ്. ഏറ്റവും നന്നായി അടിച്ചു പരത്താവുന്ന ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. ഏറ്റവും നന്നായി അടിച്ചു പരത്തുവാൻ സാധിക്കുന്ന ലോഹമാണ് സ്വർണം. ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയുക. നമ്മൾ പറഞ്ഞു ലോഹനാശത്തിന് ഉദാഹരണമാണ് തുരുമ്പിക്കൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന ലോഹം, അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയുവാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയും. ഇരുമ്പിൻ്റെ പുറത്ത് സിങ്കിനെ പൂശും, സിങ്ക് കോട്ട് ചെയ്യും. അങ്ങനെ ഇരുമ്പിൻ്റെ പുറത്ത് സിങ്ക് പൂശി തുരുമ്പിക്കൽ എന്ന പ്രതിഭാസത്തെ തടയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അപ്പോൾ ഗാൽവനൈസേഷനിൽ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ പുറത്ത് ഏതാണ് കോട്ട് ചെയ്യുന്നത്? സിങ്കാണ് പൂശുന്നതെന്ന് പറയും. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് സിങ്കാണ്. CD, DVD എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. അതിനകത്ത് ആ റിഫ്ലക്റ്റിംഗ്, ആ ഷൈനിങ് സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നത് അലൂമിനിയം കോട്ട് ചെയ്താണ് ആ ഷൈനിങ് സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ കളിമണ്ണിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നതും അലൂമിനിയമാണ്. CD, DVD എന്നിവയുടെ നിർമ്മാണം അലൂമിനിയം. കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് അലൂമിനിയം. അടുത്ത മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ലോഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് സോഡിയം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ലോഹം ഏതാണ്? സോഡിയം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് ഇരുമ്പും. എന്നാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് സോഡിയവുമാണ്. മനുഷ്യ രക്തത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത് പൊട്ടാസ്യം. അപ്പോൾ മൂന്നും കൂടി ഞാനൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മനുഷ്യ രക്തത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം. ഹീമോഗ്ലോബിനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ലോഹം സോഡിയം. മനുഷ്യന് ഏറ്റവും അപകടകാരിയായ ലോഹം, പോയിസണസ് ആയിട്ടുള്ളൊരു മെറ്റലാണ് ലെഡ് എന്ന് പറയുന്നത്. മനുഷ്യന് ഏറ്റവും അപകടകാരിയായ ലോഹം എന്ന് പറയുന്നതാണ് ലെഡ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് പറഞ്ഞിരിക്കുന്നത് കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം, മെറ്റൽ എന്ന് പറയുന്നത് ആരാണ്? കാൽസ്യമാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ്, മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ രണ്ടോട് മാറിപ്പോകല്ല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യം, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്ന ആരാണ്? ഓക്സിജൻ. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് കാൽസ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹമാണ് കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാൽസ്യത്തിൻ്റെ ആഗിരണ നിരക്ക് കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി.
പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം, പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ലോഹമല്ല, ഒരു ലോഹ സങ്കരത്തിന് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത് പഞ്ചലോഹം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹത്തെക്കുറിച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. ഓക്കെ, പഞ്ചലോഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ പേര് തന്നെയുണ്ട്, 5 ലോഹങ്ങളുടെ ഒരു സങ്കരമാണ് ആരെന്ന് പറയുന്നത് പഞ്ചലോഹം എന്ന് പറയുന്നത്. അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. പഞ്ചലോഹത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത് ചെമ്പ്, ഇരുമ്പ്, ലെഡ്, ഗോൾഡ് സ്വർണം, വെള്ളി സിൽവർ, ഇതൊക്കെ അതിൻ്റെ പ്രതീകങ്ങളാണ്. ചെമ്പിൻ്റെ പ്രതീകമാണ് Cu, ഇരുമ്പിൻ്റെ പ്രതീകമാണ് Fe, ലെഡിൻ്റെ പ്രതീകമാണ് Pb, ഗോൾഡിൻ്റെ പ്രതീകമാണ് Au, സിൽവർ വെള്ളിയുടെ പ്രതീകമാണ് Ag എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചലോഹത്തിലെ 5 ലോഹങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? കോപ്പർ, ചെമ്പ്, ഇരുമ്പ്, ലെഡ്, സ്വർണം, വെള്ളി. ഇതിൽ തന്നെ പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഏതാണ്? ചെമ്പാണ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് ചെമ്പെന്ന് പറയുന്നത്. പഞ്ചലോഹത്തിൻ്റെ ഉപയോഗം നമുക്കറിയാം, വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് പഞ്ചലോഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. ഈ സ്വർണം, പ്യുവർ ഗോൾഡ്, ശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത്, പ്യുവർ ഗോൾഡിന് സ്ട്രെങ്ത് കുറവാണ്. അതുകൊണ്ടൊക്കെ ആഭരണങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ കാരണമാകും. അതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സ്വർണത്തിന് ഇത്തിരി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി അതിലേക്ക് മറ്റൊരു ലോഹം കൂടെ ചേർക്കും. അപ്പം സ്വർണത്തിൻ്റെ കൂടെ ചെമ്പും കൂടെ ചേർത്താണ് എന്തുണ്ടാക്കുന്നത്? ആഭരണങ്ങൾ നിർമ്മിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഓർണമെൻ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ ഗോൾഡിൻ്റെ ഗ്രേഡ് പറയുന്നത് 24 ക്യാരറ്റ് ഗോൾഡ്, 22 ക്യാരറ്റ് ഗോൾഡ്, 18 ക്യാരറ്റ് ഗോൾഡ് എന്നൊക്കെ പറയാറില്ലേ. അതിൽ 24 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നതാണ് തനി തങ്കം അല്ലെങ്കിൽ പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത്. ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് 22 ക്യാരറ്റ് ആണ്. ഈ 22 ക്യാരറ്റ് ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 22 ക്യാരറ്റ് ഗോൾഡ് അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് 916 അല്ലെങ്കിൽ 91.6 എന്ന് പറയും. 100% പറയുകയാണെങ്കിൽ 91.6% സ്വർണം അടങ്ങിയിട്ടുണ്ട്. ബാക്കി അതിൽ ചേർത്തിരിക്കുന്ന ലോഹമാണ് ആരെന്ന് പറയുന്നത് 8.4% ചേർത്തിരിക്കുന്ന ലോഹമാണ് ആരെന്ന് പറയുന്നത് ചെമ്പെന്ന് പറയുന്നത്. അപ്പോൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ 22 ക്യാരറ്റ് ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. 22 ക്യാരറ്റ് ഗോൾഡിൽ സ്വർണം 9.16%, അതിനോടൊപ്പം ചേർക്കുന്ന മറ്റൊരു ലോഹമാണ് എന്ന് പറയുന്നത് ചെമ്പെന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് വാഹനത്തിൻ്റെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. അങ്ങനെ ചോദിക്കണമെന്നില്ല. അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ അന്തരീക്ഷ വായുവിൽ കാണപ്പെടുന്ന ലോഹം എന്നൊക്കെ ചോദിച്ചാലും ഉത്തരത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വായുവിൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നതും ഏതാണ്? ലെഡാണ്. അപ്പോൾ 2 പോയിന്റിനും ആൻസറിന് മാറ്റമൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. വാഹനങ്ങളുടെ പുക, അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത് ലെഡ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം, എക്സ്റേ എന്നല്ല, റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളായ ആൽഫ, ബീറ്റ, ഗാമ, ഇത് 3 കടന്നു പോകത്തില്ല. എക്സ്റേ, ആൽഫ, ബീറ്റ, ഗാമ എന്നിവ കടന്നു പോകാത്ത ലോഹമാണ് ലെഡ് എന്ന് പറയുന്നത്. ഈ ആണവ വികിരണങ്ങൾ കടന്നു പോകാത്തത് കൊണ്ട് തന്നെ ആണവ റിയാക്ടറുകളുടെ സംരക്ഷിത കവചം, പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നതും ഏതാണ്? ലെഡാണ്. ആണവ റിയാക്ടറുകളുടെ പ്രൊട്ടക്റ്റീവ് ഷീൽഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നതും ഏതാണ്? ലെഡ്. അടുത്തത് ലോഹങ്ങളെ സൂക്ഷിക്കുന്നതിൻ്റെ ബേസിസ് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നതൊക്കെയാണ് സോഡിയവും പൊട്ടാസ്യവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മെഴുകിൽ സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന എന്നൊക്കെ വേണമെങ്കിലും ചോദിക്കാം, ലിഥിയം തന്നെയാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് സോഡിയം, പൊട്ടാസ്യം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് ലിഥിയമാണ്. അതുപോലെ സോഡിയത്തെക്കുറിച്ചൊരു പോയിന്റാണ്, വെള്ളത്തിലിട്ടാൽ കത്തുന്ന അഥവാ പൊട്ടിത്തെറിക്കുന്ന ലോഹമാണ് സോഡിയം എന്ന് പറയുന്നത്. വെള്ളത്തിലിട്ടാൽ കത്തുന്ന, അതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ എക്സ്പ്ലോഷൻ്റെ നേച്ചറൊക്കെ വളരെ കൂടുതലായിരിക്കും. അടുത്ത മൊബൈൽ ഫോൺ ബാറ്ററിയെ അടിസ്ഥാനമാക്കിയൊരു പോയിന്റാണ്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നതാണ് ലിഥിയം അയോൺ
ബാറ്ററി എന്ന് പറയും. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നതാണ് ലിഥിയം അയോൺ ബാറ്ററി. അതിന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മൊബൈൽ ഫോൺ ബാറ്ററി എന്ന് പറയും. മൊബൈൽ ഫോൺ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം, അപ്പോൾ മൊബൈൽ ഫോൺ ബാറ്ററിയുടെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് ലിഥിയം അയോൺ ബാറ്ററി എന്നാകുമ്പോൾ അതിലെ ലോഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? ലിഥിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നത്. ഈ മൊബൈൽ ഫോൺ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3.4 വോൾട്ടാണ്. മൊബൈൽ ഫോൺ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 3.4 വോൾട്ടാണ്. മൊബൈൽ ഫോൺ ബാറ്ററിയുടെ ടെക്നിക്കൽ നെയിമാണ് ലിഥിയം അയോൺ ബാറ്ററി. അതിലുപയോഗിക്കുന്ന ലോഹമാണ് ഇത് ലിഥിയം എന്ന് പറയുന്നത്. അടുത്തത് ഹരിതകത്തിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഹരിത കണത്തിൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാലും രണ്ടിൻ്റെ ഉത്തരവ് ഒന്ന് തന്നെയാണ്. ഹരിതകത്തിൽ അഥവാ ഹരിത കണത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. അടുത്ത പോയിന്റ്, കുളിക്കുന്ന സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അഥവാ ബാത്ത് സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. അവിടുന്ന് 2 പോയിന്റ് നമുക്ക് പഠിച്ചു വെക്കാം. ബാത്ത് സോപ്പും പഠിച്ചു വെക്കണം, വാഷിംഗ് സോപ്പിൻ്റെയും പഠിച്ചു വെക്കണം. ബാത്ത് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. ബാത്ത് സോപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആകുമ്പോൾ ബാത്ത് സോപ്പിലെ ലോഹം എന്ന് പറയുന്ന ആരായിരിക്കണം? പൊട്ടാസ്യമാണ്. ബാത്ത് സോപ്പുകളിൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നതാണ് പൊട്ടാസ്യം. അതുപോലെ തന്നെ വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ വാഷിംഗ് സോപ്പുകളിൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് ഏതായിരിക്കും? സോഡിയം. ഓർത്ത് വെക്കുക, ബാത്ത് സോപ്പ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാണപ്പെടുന്ന ലോഹം പൊട്ടാസ്യം. വാഷിംഗ് സോപ്പിൻ്റെ നിർമ്മാണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു, കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നതാണ് സോഡിയമാണ് കാണപ്പെടുന്നത്. ഈ സോപ്പിൻ്റെ നിർമ്മാണ പ്രക്രിയയൊക്കെ ചോദിക്കുന്ന സോപ്പിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ പ്രക്രിയ എന്ന് പറയും. സോപ്പുകളുടെ നിർമ്മാണത്തിന് പറയുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ പ്രോസസ്സ്. സയനൈഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ലോഹം, സയനൈഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? സയനൈഡ് പ്രോസസ്സ്. സയനൈഡ് പ്രോസസ്സ്. അടുത്ത, അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം. എന്താണ് അറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ? സമയം വളരെ കൃത്യമായി, അതായത് ചെറിയ സെക്കൻഡുകൾ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ പോലും എറർ ഉണ്ടാകാതെ സമയം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പം നമുക്ക് 2 അറ്റോമിക് ക്ലോക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 അറ്റോമിക് ക്ലോക്കുകൾ 5000 വർഷം ഒരേപോലെ, ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ സമയം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ 5000 വർഷം ഈ 2 ക്ലോക്കുകളും കൂടെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ മാത്രമേ ഈ 2 ക്ലോക്കുകൾ തമ്മിൽ 1 സെക്കൻഡിൻ്റെ സമയ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അത്രയ്ക്ക് അക്യുറേറ്റ് ആയിട്ട് സമയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ന് പറയുന്നത് അറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറയുന്നത്. ഈ അറ്റോമിക് ക്ലോക്കുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് സീഷ്യം എന്ന് പറയും. അതുപോലെ തന്നെ ക്ലോക്കുകളുമായി ബന്ധപ്പെട്ട ഒരു ലോഹ സങ്കരത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലോക്കുകളുടെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം എന്ന് ചോദിക്കും. അത് ഇൻവാറാണ്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീഷ്യം, എന്നാൽ ക്ലോക്കുകളുടെ പെൻഡുലം നിർമ്മിക്കുന്ന ലോഹ സങ്കരം എന്ന് പറയുന്നത് ഇൻവാർ. അത് ലോഹസങ്കരങ്ങളിൽ നമ്മളത് വീണ്ടും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അടുത്ത്, ടോർച്ച് സെല്ല്. അതൊരു കോമൺ നെയിം, ആ സെല്ലിൻ്റെ കോമൺ നെയിമാണ് ടോർച്ച് സെൽ എന്ന് പറയുന്നത്. ടോർച്ച് സെല്ലിൻ്റെ ടെക്നിക്കൽ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ സെൽ എന്ന് പറയും. ഡ്രൈ സെല്ലുകളുടെ കോമൺ നെയിമാണ് ടോർച്ച് സെൽ. കാരണം ഇത്രയേ ഉള്ളത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ടോർച്ചിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇത് പേരിൽ അറിയപ്പെടുന്നത് ടോർച്ച് സെൽ എന്നറിയപ്പെടുന്നത്. ടോർച്ച് സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സിങ്ക് എന്ന് പറയുന്നത്. ഡ്രൈ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്ന ആരാണ്? സിങ്കാണ്. പിന്നെ നമുക്കറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് ചന്ദ്രനിൽ കാണപ്പെടുന്ന ലോഹം, അല്ലെങ്കിൽ ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം, ചന്ദ്രനിലെ പാറകളിൽ കാണപ്പെടുന്ന ലോഹം എന്നൊക്കെ ചോദിക്കാം. ടൈറ്റാനിയമാണ്. അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയം, വണ്ടർ മെറ്റൽ എന്നറിയപ്പെടുന്നതാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത്. അതുപോലെ വിമാനങ്ങളുടെ എൻജിൻ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. എന്നാൽ വിമാനങ്ങളുടെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹ സങ്കരമുണ്ട്, ഡുറാലുമിൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ മാറിപ്പോലെ. വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ടൈറ്റാനിയവും വിമാനത്തിൻ്റെ ബോഡി പാർട്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം എന്ന് പറയുന്നതാണ് ഇത് ഡുറാലുമിൻ എന്ന് പറയുന്നത്. അടുത്തത് വൈദ്യുത ബൾബുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വൈദ്യുത ബൾബുകളുടെ ഫിലമെന്റ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടി എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു.
അടുത്ത് കടൽ വെള്ളരിയിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം വനേഡിയം. കടൽ വെള്ളരിയിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് വനേഡിയം. വനേഡിയം പെൻഡോക്സൈഡ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടായിരിക്കും. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണവുമൊക്കെയായി ബന്ധപ്പെട്ട പോയിന്റാണിത്. V2O5 അഥവാ വനേഡിയം പെൻഡോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് അഥവാ V2O5 എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് കടൽ വെള്ളരിയിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നതാണ് ഇത് വനേഡിയം എന്ന് പറയുന്നത്. ദ്രാവക രൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറി എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ സാധാരണ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്ന ആരാണ്? മെർക്കുറിയാണ്. അടുത്തത് മിനമാദ രോഗത്തിന് കാരണമായ ലോഹം. മിനമാദ ഡിസീസിന് കാരണമായ ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. മിനമാദ രോഗം എന്നറിയപ്പെടാൻ കാരണം ഇത്രയേ ഉള്ളൂ. ജപ്പാനിലെ മിനമാദ എന്ന സ്ഥലത്താണ് ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് മിനമാദ ഡിസീസ് എന്നറിയപ്പെടുന്നത്. മിനമാദ രോഗത്തിന് കാരണമായ ലോഹം എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഏറ്റവും വിഷാംശമുള്ള ലോഹമാണ് പ്ലൂട്ടോണിയം. മെർക്കുറിയൊക്കെ വിഷാംശമുള്ളതാണ്. ഈ നമ്മൾ ഈ ട്യൂബ് ലൈറ്റുകളും CFL ലാമ്പുകളും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കിണറിൻ്റെ പരിസരത്തൊന്നും അതിന് നമ്മൾ ഉപേക്ഷിക്കരുതെന്ന് പറയാറുണ്ട്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഈ മെർക്കുറി മണ്ണിലൂടെ ഇറങ്ങി കിണറ്റിലെ ജലവുമായി മിക്സാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഹാനികരമാണ്. അപ്പം മെർക്കുറിയും വിഷാംശമുള്ളതാണ്. എന്നാൽ ഏറ്റവും വിഷാംശമുള്ള ലോഹം എന്ന് പറയുന്നതാണ് ഇത് പ്ലൂട്ടോണിയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു മിനമാദ ഡിസീസിന് കാരണമായ ലോഹമാണ് മെർക്കുറി എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു രോഗമായിരിക്കും പ്ലംബിസം എന്ന് കേട്ടിട്ടുണ്ടോ? പ്ലംബിസം ലെഡ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം എന്ന് പറയുന്നത്. മെർക്കുറി മൂലം മിനമാദ, ലെഡ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്ന ഇതാണ് പ്ലംബിസം. ചെമ്പ് മൂലം ഉണ്ടാകുന്ന രോഗം കോപ്പർ മൂലം ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് ഡിസീസ്. ചെമ്പ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്ന ഇതാണ് വിൽസൺസ് ഡിസീസ്. അതുപോലെ തന്നെ മറ്റൊരു മൂലമാണ് സിലിക്കൺ എന്ന് കേട്ടിട്ടില്ലേ? സിലിക്കൺ. അത് ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? പാറമടകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കാണപ്പെടുന്ന രോഗം എന്ന് ചോദിക്കും. അപ്പം അതിന് കാരണം സിലിക്കൺ എന്ന മൂലകമാണ് അതിന് കാരണമെന്ന് പറയുന്നത്. പാറമടകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കാണപ്പെടുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയും. സിലിക്കോസിസ് നമ്മുടെ ശ്വാസകോശത്തിൽ പാറപ്പൊടി അഥവാ സിലിക്കണിൻ്റെ കണ്ടന്റ് കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിലിക്കോസിസ് എന്ന് പറയും. അങ്ങനെ ഫ്ലൂറിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്നതിന് പറയുന്ന പേര് ഫ്ലൂറോസിസും സിലിക്കണിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്.